പറഞ്ഞു തീരേണ്ട താമസം അല്ലാഹു തആല പറയുകയാ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു പറയുന്നു, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. വജഅൽനാകും ശുബാ, ഞാൻ നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കി ശുബകളാക്കി മാറ്റിയത് എന്തിനാ? വഖബായിൽ, വ്യത്യസ്ത ഗോത്രങ്ങളാക്കി തിരിച്ചതെന്തിനാ? അല്ലാഹു പറയുന്നു ലിതഅറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്, പരസ്പരം ഒന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയാ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ ആരെന്നറിയോ? ഏറ്റവും ആദരണീയൻ ആരെന്നറിയോ? ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മ ജീവിതം നയിച്ചവനാരോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവനാരോ? ആരാണോ വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് ജീവിച്ചവരാരോ അവരാണ് പടച്ചോന്റെ അടുക്കൽ ആദരണീയര്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനാണ് പടച്ചതും പുരാൻ എന്ന് അല്ലാഹു പറയുകയാണ്. ആ നിമിഷം ഈ കാഷ്യസ് ക്ലേ എന്ന ലോക ചാമ്പ്യൻ അവിടെ നിന്നുകൊണ്ട് ന്യൂയോർക്കിന്റെ ചാനലുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക യാ റസൂലല്ലാഹ്. കാഷ്യസ് ക്ലേ എന്ന പേര് മാറ്റിയിട്ട് മുഹമ്മദ് അലി ക്ലേ എന്ന പേര് സ്വീകരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇസ്ലാമിന്റെ ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. അറിഞ്ഞില്ലേ നിങ്ങള്, പാകിസ്ഥാനിലെ ലോകത്ത് പേര് കേട്ട ഒരു പാട്ടുകാരനാ യൂസുഫുൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. വിശുദ്ധ ഖുർആൻ പഠിച്ചതിന്റെ പേരില് എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ അടുത്ത കാലഘട്ടത്തില് ലോകത്തോട് മരണപ്പെട്ടു പോയ എഴുത്തുകാരിയായ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ. എഴുത്തുകാരിയായ കേരളത്തിന്റെ മുന്നിൽ മറക്കാനാവാത്ത വ്യക്തിത്വമുണ്ടല്ലോ, കമലാ സുരയ്യ. ഓ കമലാ സുരയ്യ എന്ന പെണ്ണിനെ ഇസ്ലാമിലേക്ക് നയിച്ച വസ്തുത എന്താ? പരിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റെന്താ? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്ര വർഷമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, എത്ര വർഷമായി നമ്മൾ കഴിഞ്ഞുകൂടുന്നു. ഇന്നേ വരെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിലേക്കൊന്നിറങ്ങിയിട്ടുണ്ടോ? എത്ര ആളുകളെന്നറിയോ? ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവരെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇന്നിവിടെ എത്താൻ വൈകാൻ കാരണം എന്താ നിങ്ങൾക്കറിയോ? വർക്കലയ്ക്കടുത്ത് പാലച്ചിറയില് ഒരു പരിപാടിക്ക് പങ്കെടുക്കേണ്ടി വന്നു. ഹൈന്ദവ സഹോദരങ്ങളുടെ സംഘടിപ്പിച്ച ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ചെന്നപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് ഞാൻ ഓതിയപ്പോ ആ ട്രസ്റ്റിൽ ഉണ്ടായിരുന്ന ശിവഗിരി മഠത്തിന്റെ സ്വാമികൾ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഓതിയ ആ വാക്കെന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു ആ മനുഷ്യനെനിക്ക് കൈതരികയാണ്. എത്രയോ ആളുകള് അന്യമതസ്ഥരി വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോ അവരുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റമെന്താ? അല്ലാഹു പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വ റഹ്മ. അല്ലാഹു പറയുകയാണ്, ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നും ചില വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ശിഫാഉ വ റഹ്മ, അത്
മനുഷ്യരുടെ അസുഖങ്ങൾക്ക് ശിഫയാണ്, അസുഖങ്ങൾക്ക് ശിഫയാണ്. വറഹ്മ, മനസ്സിന് കരുണയാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ്. അല്ലാഹു പറയുകയാ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അക്രമകാരികളായ ആളുകൾക്ക്, അള്ളാഹനെ അനുസരിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ചെവിക്കൊള്ളാതെ വെറുതെ നടക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ എത്ര കേട്ടാലോ, എത്ര കണ്ടാലും, എത്ര മനസ്സിലാക്കിയാലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ, അല്ലാഹു പറയുകയാ, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അവർക്ക് ഖുർആൻ എപ്പോഴും പരാജയം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. യുദില്ലു ബിഹി കസീറാ വയഹ്ദി ബിഹി കസീറാ. ഒരുപാട് ആളുകൾ ഈ ഖുർആൻ കൊണ്ട് നന്നായിട്ടുണ്ട്, നേർമാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. വയഹ്ദി ബിഹി വയുദില്ലു ബിഹി കസീറാ. ഒരുപാട് ആളുകൾ ഈ ഖുർആനിന്റെ പേരും പറഞ്ഞ് വഴിപിഴച്ചു പോയിട്ടുമുണ്ട്. ഖുർആൻ ലോകത്തെ ഒരു മഹാത്ഭുതമായി പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? എന്റെ പ്രിയമുള്ളവരെ, ആദരവായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യമായി നിങ്ങൾ അറിയുമല്ലോ, ഇഖ്റഇന്റെ സന്ദേശം ഏറ്റുവാങ്ങുമ്പോ ഒരു മലമുകളിലിരുന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് കരഞ്ഞ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആദ്യമായി പറഞ്ഞു, നബിയേ വായിക്ക്, നബിയേ വായിക്ക്. ആദ്യമായി അല്ലാഹു തന്റെ ദാസനിലൂടെ പ്രവാചകനിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം പഠിക്കുക, വായിക്കുക. അതുകൊണ്ടാ മക്കത്തുൽ മുക്കറമ ഇസ്ലാമിക് ലൈബ്രറി. വായനയിലൂടെ ഇസ്ലാം വളർന്നിട്ടുള്ളൂ. വാളുകൊണ്ട് വളർന്ന മതമല്ല ഇസ്ലാം. തീവ്രവാദമോ ഭീകരവാദമോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം കൊണ്ടോ കടന്നു വന്ന മതമല്ല ഇസ്ലാം. ഓരോ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വിശുദ്ധ ഖുർആന്റെ സന്ദേശം കൊണ്ടാണ്. നിങ്ങൾ അറിയോ, അല്ലാഹുവിന്റെ റസൂല് വരുമ്പോ മക്കത്തെ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന പദവിയിലേക്ക് ഉമറിനെ വളർത്തിയതാരാ? ചരിത്രം ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമർ കൂടി പങ്കെടുത്ത മുശ്രിക്കുകളുടെ യോഗത്തിലാ ചോദിച്ചത്, മുഹമ്മദിനെ വധിക്കാൻ ചങ്കൂറ്റമുള്ളവൻ ആരുണ്ട്? ചാടി എഴുന്നേറ്റ് ഉമർ, ഞാൻ വധിക്കാം. കാരണം ഉമർ അത്ര വീരശൂര പരാക്രമിയായിരുന്നു. ആരെയും പേടിപ്പെടുത്തുന്ന, ആരും കണ്ടാൽ പോലും ഗാംഭീര്യത നിറഞ്ഞ മുഖത്തിന്റെ ഉടമയായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഉമർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ പോകാം. അങ്ങനെ ഉറയിൽ നിന്ന് വലിച്ചൂരിയ വാളും കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓടി റസൂലുള്ളാന്റെ തലയെറുക്കാൻ. 100 ചുവന്ന ഒട്ടകമാ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. നിങ്ങൾ അറിയണം, അല്ലാഹുവിന്റെ റസൂലിനെ വധിച്ചു കളയുന്നവർക്ക് ഏറ്റവും വലിയ സമ്മാനമാണ് 100 ചുവന്ന ഒട്ടകം. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള ഒട്ടകത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും മഹത്തരമുള്ള ഒട്ടകമാണ്. അതാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആഗ്രഹത്തോടെ ഊരിപ്പിടിച്ച വാളുമായി ചാടുകയാണ്. റസൂലുള്ളാന്റെ തലയറുക്കാ പോകുന്ന വഴിയിലാ പറഞ്ഞതൊരാള്, ഉമറേ എങ്ങോട്ടാണ് പോകുന്നത്? മുഹമ്മദിന്റെ തലയെടുക്കാൻ. തടയല്ലേ എന്നെ, തടഞ്ഞു നിർത്തല്ലേ, ഞാനാ മുഹമ്മദിന്റെ തലയെടുക്കട്ടെ എന്ന് പറഞ്ഞ ഉമറിനോട് അയാള് പറഞ്ഞു, ഉമറേ നിങ്ങൾ ആദ്യം നന്നാക്കേണ്ടത് മുഹമ്മദിനെയല്ല, നിന്റെ പെങ്ങളുണ്ടല്ലോ ഫാത്തിമ, മുഹമ്മദിന്റെ വലയിൽ പെട്ടുപോയി. ആദ്യം നിന്റെ കുടുംബത്തെ നന്നാക്ക, പിന്നെ മതി മുഹമ്മദിനെ. ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ പെങ്ങളോ മുഹമ്മദിന്റെ വലയിൽ പെട്ടുപോയോ എന്ന് വല്ലാതെ ആക്രോശിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ചാടുകയാ. ഒരു ഈറ്റപ്പുലിയെ പോലെ എന്തും കിട്ടിയാൽ ചവച്ചു തുപ്പുന്ന ദേഷ്യത്തോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് പായുകയാ സഹോദരിയുടെ വീട്ടിലേക്ക്.
വീട്ടിലേക്ക് ഫാത്തിമാന്റെ വീട്ടിലെത്തിയപ്പോ വാതിലിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തട്ടുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ അകത്തു നിന്നൊരു ശബ്ദം ഇങ്ങനെ അലയൊലിയായി ഒഴുകി വരികയാ. എന്താണ് അകത്തു നിന്ന് കേട്ട ശബ്ദമെന്നറിയോ? ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, റസൂലുള്ളാഹിന്റെ മകള് ഫാത്തിമയല്ല, ഉമറിന്റെ പെങ്ങള് ഫാത്തിമയാ. ഫാത്തിമ അകത്തിരുന്നു കൊണ്ട് തന്റെ ഭർത്താവുമായി ഇരുന്ന് ഖുർആൻ ചർച്ച ചെയ്യുകയാണ്, ഖുർആൻ ഓതുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന ത്വാഹ എന്ന സൂറത്ത് ഇങ്ങനെ ഓതി വരികയാ. സൂറത്ത് കേട്ടുകൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് വാതിലിന് മുട്ടുന്നത്. ഫാത്തിമ വന്ന് കതക് തുറന്നു, ചോദിച്ചു, നീ എന്താ ഇവിടെ പാരായണം ചെയ്തുകൊണ്ട് എന്താ വായിച്ചുകൊണ്ടിരുന്നത്? ഖുർആൻ മാറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, അത് കാണിക്കാൻ കഴിയില്ല. ഒരൊറ്റ അടി കൊടുത്തു ഫാത്തിമാന്റെ മുഖത്ത്. ഭർത്താവിന്റെ മുഖത്ത് വെച്ച്, മുന്നിൽ വെച്ച് സ്വന്തം സഹോദരിയുടെ ചെകിടത്തടിച്ചു. ബ്ലഡ് പൊട്ടി ഒഴുകി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ഉമർ ചോദിച്ചു, ആ കിതാബ് ദാ നോക്കട്ടെ. തരില്ല, തരില്ല, നീ പോയി ശുദ്ധിയായിട്ട് വാ. ഉമർ ഇബ്നുൽ ഖത്താബ് പോയി ശുദ്ധിയായി ഒളു ചെയ്തു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഫാത്തിമ നിവർത്തി വെച്ചു കൊടുത്തു. ഉമർ ഇങ്ങനെ ഓതുകയാണ്, ഉമർ ഓതുകയാ. കാരണം അവർ അറബികളാണ്, പഠിക്കേണ്ട കാര്യമില്ല. ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഓതി അവസാന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ എന്ന ആയത്തെത്തിയപ്പോ ഫാത്തിമയോട് ഉമർ പറയുകയാണ്, ഇതെന്തോരു ഗ്രന്ഥമാ, ഇതെന്തോരു ഗ്രന്ഥമാണ് ഫാത്തിമ. എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിരിക്കുന്നല്ലോ. ഇതെനിക്കും ഇതിന്റെ അനുയായിയായി എനിക്കും മാറണമല്ലോ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ തലയെടുക്കാ ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ട ഉമർ ആ വാൾ ഉറയിലേക്ക് ഇട്ടുകൊണ്ടിതാ ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, ആദരവായ പ്രവാചകന്റെ തിരുമുമ്പിലേക്ക് വരികയാ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക യാ റസൂലല്ലാഹ്. ഞാനിതാ മുസ്ലിമായിരിക്കുന്നു നബിയേ, അങ്ങയുടെ തലയറുക്കാൻ കുഫാറുകളുടെ മുശ്രിക്കുകളുടെ വാക്ക് കേട്ടിട്ട് 100 ഒട്ടകത്തിന്റെ ഇനാ പ്രഖ്യാപിച്ചപ്പോ അതിൽ കണ്ണു നട്ടുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ തലയെടുക്കാനാ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ അങ്ങയുടെ മുമ്പിലെത്തുന്നതിന് മുമ്പ് അങ്ങേക്ക് ദൈവം തമ്പുരാ അല്ലാഹു ഇറക്കി തന്ന വചനങ്ങൾ എന്റെ മനസ്സ് മാറ്റി നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച ഉമർ വിളിച്ച് തിരിച്ച് പുറത്തിറങ്ങിക്കൊണ്ട് വാള് വലിച്ചൂരിയിട്ട് പറയുകയാ, ഈ റസൂലുള്ളാഹിനെ, ഈ മുഹമ്മദിനെ അംഗീകരിക്കാത്തവൻ ആരോ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുന്നില് ഈമാനിന്റെ ഏറ്റവും വലിയ പ്രസരിപ്പ് നടത്തി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി ഉമർ ഔ ബി അബീ ജഹൽ ഔ കമാ ഖാല അലൈഹിസ്സലാം. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവേ ആ കാലഘട്ടത്തിൽ മക്കയിലെ ഏറ്റവും വലിയ വീരശൂര പരാക്രമികൾ 2 പേരാണ്. ആരെന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ധിക്കാരികൾ, ഒന്ന് അബൂജഹൽ, 2 ഉമർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവേ ഈ 2 പേരിൽ ഒരാളെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തി പകരണമേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു അല്ലാഹു ആ ഭാഗ്യം കൊടുത്തത്.
ബദറിലേക്ക് ഉമർ പോയി, ഉഹദിലേക്കും ഉമർ പോയി, ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു ഉമർ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ ഉമർ അവസാനം ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ അമിത്നി വജ്അൽ മൗതി ഫീ ബലദി റസൂലിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ നബിയുടെ നാട്ടിൽ വെച്ച് എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. ഈമാനിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ദുആ, അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ നാട്ടിൽ മദീനയിൽ വെച്ച് എന്നെ മരിപ്പിക്കണേ പടച്ചോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ടാമത്തെ പ്രസിഡന്റ്, 40 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പരിശുദ്ധമായ മക്ക സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഉമർ. ഗാന്ധിജി പോലും പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ഉമറിന്റെ ഭരണം ഞാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധിജിക്ക് ആരാണ് ഉമറിനെ പരിചയപ്പെടുത്തി കൊടുത്തത്? ആരാണ് പരിചയപ്പെടുത്തി കൊടുത്തത്? ഉമറിനെ ഏറ്റവും വലിയ ലോകത്തെ ജേതാവും നേതാവുമാക്കിയ മാറ്റിയ ഘടകമെന്താണ്? പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജാവായി വാഴുമ്പോഴാ ഒരുപാട് ലോകത്തിന് സമ്മാനിക്കാനുള്ള സമത്വസുന്ദര രാജ്യഭരണം ലോകത്തിന് സമ്മാനിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ബഹുമാനപ്പെട്ട സഹാബിയുമായി നടന്നു പോവുകയാ ഒരു വീട്ടിലേക്ക്. സഹാബിയില്ല, ഒറ്റയ്ക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുകയാണ്. പാതിരാത്രിയിൽ തന്റെ അനുയായികളുടെ, തന്റെ ആളുകളുടെ, പ്രജകളുടെ അവസ്ഥകൾ അറിയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് നടക്കുകയാ. പുറകെ ഒരു മനുഷ്യനും കൂടി. ഈ തണുപ്പത്ത് ഒരു മൂടുപടം പോലും ഇല്ലാതെ ഉമർ എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ വേണ്ടി ഒരാള് പുറകെ കൂടി. രഹസ്യമായി നോക്കുകയാണ് ഉമർ എങ്ങോട്ടാണ് പോകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുറെ സഞ്ചരിച്ചു നോക്കുമ്പോ ഒരു ചെറ്റക്കൂരയുടെ അകത്തളങ്ങളിലേക്ക് ഉമർ കടന്നു പോവുകയാണ്, ചെറ്റവാതില് മാറ്റിയിട്ട്. സഹാബി കണ്ടിട്ട് വല്ലാതെ ഒരുപാട് ഭയന്നുപോയി. എന്തിനാണ് ഉമർ ഈ പാതിരാത്രിയിൽ ഒരു ചെറ്റക്കൂരയിൽ ചെന്ന് കയറുന്നത്? എന്തിനാണ് അവിടെ പോയത്? അല്ലാതെ ഒരുപാട് മോശമായ ചിന്താഗതികൾ ഈ സഹാബിയുടെ മനസ്സിൽ ഇങ്ങനെ മിന്നിമറിയുകയാ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മണിക്കൂറുകൾ കഴിഞ്ഞിറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഈ മനുഷ്യൻ, ഈ സഹാബി അവിടെ ചെന്നു. ഉമർ കേറിയ ചെറ്റക്കൂരയുടെ വാതിൽ മാറ്റി അകത്തേക്ക് ചെന്നപ്പോ അവിടെ കണ്ട കാഴ്ച എന്തെന്നറിയോ? ബഹുമാനമുള്ളവരെ, നമുക്ക് ലോകത്തിന് ഇന്നും ഒരു മാതൃകയാണ്. ലോകത്തിന് ഇന്നും ഒരു മാതൃകയാണ്. പനനാര് കൊണ്ടുവരിഞ്ഞു കേട്ടിയ കട്ടില് കഴിയുന്നു കിളവി രോഗമിലുണ്ടത്. പനനാര് കൊണ്ടുവരിഞ്ഞു കേട്ടിയ കട്ടില് പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടത്. ഒരു കിഴവിയായ രോഗി ഇങ്ങനെ കിടക്കുകയാ. അവര് കിടന്നുകൊണ്ടാ മലമൂത്ര വിസർജനം നടത്തുന്നത്. റളിയല്ലാഹു തആല അൻഹു സ്വന്തം കൈകൊണ്ട് എടുത്തു മാറ്റി ശുദ്ധീകരിക്കും, എന്നിട്ട് ഭക്ഷണവും കൊടുക്കും, തിരിച്ചു പോകും. ഈ സഹാബി ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, നിങ്ങളുടെ അടുത്ത് ആരാണ് എല്ലാ ദിവസവും വരുന്നതെന്നറിയോ? അവര് പറഞ്ഞു, മോനെ എനിക്കറിയില്ല. എല്ലാ ദിവസവും ഒരാൾ വരും, എന്റെ മലവും മൂത്രമൊക്കെ എടുത്തോണ്ട് കളയും, ശുദ്ധീകരിക്കും, എനിക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു തരും, എന്നിട്ട് തിരിച്ചു പോകും. ചോദിച്ചു, ഉമ്മ, ആരാണെന്നറിയോ? അത് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ മലമൂത്രം എടുത്തു കളഞ്ഞ് നിങ്ങളെ ശുദ്ധിയാക്കി വെക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന മനുഷ്യൻ ആരെന്നറിയോ? അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ള അമീറാണല്ലോ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ള അമീറാണല്ലോ. ലോകത്തെ മുഴുവൻ നേതാക്കൾക്കും മാതൃകയായി ഉമർ മാറി. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ മുന്നിൽ ഞാൻ കാഴ്ചവെച്ചതിന് പ്രചോദനമേകിയത് എനിക്ക് എന്റെ റസൂലുള്ള തന്ന വിശുദ്ധ ഖുർആനാണ്. അറഫാത്തിന്റെ മലമുകളിൽ വെച്ച് അവസാനമായി ഖുത്ബ നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞുവത്രേ, തറക്തു ഫീകും അംറൈൻ ലൻ തദല്ലൂ മാ തമസ്സക്തും ബിഹിമാ
ഇമ്മാ കിതാബുല്ലാഹി വസുന്നതി. പറയുന്നു, എന്റെ സമുദായമേ, ഇനി ഒരു ഹജ്ജിന് ഞാൻ ഉണ്ടായിക്കണമെന്നില്ല. അറഫാത്തിന്റെ മലമുകളില് നൂറുകണക്കിന് സഹാബികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തിന്റെ ഗുരു പറഞ്ഞു, സഹാബ, ഇനി ഒരു ഹജ്ജിന് ഞാൻ ജീവിച്ചിരുന്നോണമെന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നു. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരികയാ. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ അത് മുറുകെ പിടിക്കുന്നിടത്തോളം, അത് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കുന്നിടത്തോളം ഒരു കാര്യത്തിലും നിങ്ങൾ പ്രയാസപ്പെടണ്ട, ഒരു വിഷയത്തിലും നിങ്ങൾ വിഷമിക്കണ്ട. ഏത് കാര്യത്തിലാ വിശുദ്ധ ഖുർആൻ ഇടപെടാത്തത്? നമ്മുടെ ഏത് ജീവിതത്തിന്റെ ഭാഗങ്ങളിലാ വിശുദ്ധ ഖുർആന്റെ സ്പർശനമില്ലാത്തത്? മനുഷ്യരെ ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് ഈ വിശുദ്ധ ഖുർആനിലൂടെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ, എല്ലാ ഖുർആനിന്റെ കോപ്പികൾ കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞാലോ, ലോകത്തുള്ള സർവമാന പള്ളികളിലോ ലോകത്തെ 160 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ വീടുകളിലുള്ള ഖുർആന്റെ പ്രതികളെല്ലാം കൊണ്ടുവന്നിട്ട് ഈ വേളാവൂര് പള്ളിക്ക് മുമ്പിലെ ഹൈവേയിലിട്ട് കത്തിച്ചു കളഞ്ഞാലോ ലോകത്ത് നിന്ന് ഖുർആൻ അപ്രത്യക്ഷമാകുന്നില്ല. കാരണം എന്താ? കണ്ടില്ലേ, എന്റെ മുമ്പിൽ നിൽക്കുന്ന തലപ്പാവുധാരികളായ കുഞ്ഞുമക്കള് ലോകത്ത് മനസ്സിന് സൂക്ഷിക്കാൻ ഏക ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാ. കുഞ്ഞു മക്കളുടെ ഹൃദയത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി 6ാമത്തെ വയസ്സിലാ ഖുർആൻ പരിപൂർണമായും ഹൃദിസ്ഥമാക്കിയത്, മനപ്പാടമാക്കിയത്. മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ, ഈ വിനീതനായ ഞാനും ഇവിടുത്തെ ഇമാമായ അഷ്റഫ് മൗലവിയും ഒക്കെ ഡിഗ്രി എടുത്ത സ്ഥലമുണ്ട്. ദയൂബന്ദ് ദാറുൽ ഉലൂം, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ദയൂബന്ദ് ദാറുൽ ഉലൂം. ആ ദാറുൽ ഉലൂമില് 100 വർഷങ്ങൾ കൂടുമ്പോ സനദ്ദാന സമ്മേളനം നടക്കാറുണ്ട്. ആകപ്പാടെ ഒരു പ്രാവശ്യമേ അവിടെ സനദ്ദാന സമ്മേളനം നടന്നിട്ടുള്ളൂ. അതിന്റെ 100ാമത്തെ വർഷമെത്തിയപ്പോ ഒരു വലിയ സമ്മേളനം നടന്നു. തലപ്പാവധാരികളെ കൊണ്ട്, ദാടി വെച്ചവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊരു സദസ്സിൽ നൂറുകണക്കിന് ലോകത്തിന്റെ 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോട് ലോകത്തോട് വിട പറഞ്ഞു പോയ 20ാം നൂറ്റാണ്ടിന്റെ തേജോജ്വലപ്രഭയായി ലോകത്തിന്റെ മുന്നിൽ ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു നിന്ന ബഹുമാനപ്പെട്ട അലി മിയാൻ അബുൽ ഹസൻ നദ്വി അലൈഹി റഹ്മ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്ന പരിശുദ്ധമായ ആ സമ്മേളനത്തില് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിലേക്ക് സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കണമെന്ന് തീരുമാനം വന്നു. മുഷാവറയിൽ ആലോചന വന്നു. അപ്പോ പണ്ഡിതന്മാര് കൂടി ആലോചിച്ചു, ഇന്ദിരാഗാന്ധി പെണ്ണാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും ഒരാളെ കൊണ്ടുവരാം, എന്നിട്ട് നമ്മുടെ സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയാക്കാം എന്നിങ്ങനെ പറഞ്ഞു. ഇതറിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി ഒരു കത്ത് കൊടുത്തയച്ചു. ഇന്നും അത് ദയൂബന്ദ് ദാറുൽ ഉലൂമിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരെഴുതി കൊടുത്തു, നിങ്ങളുടെ സമ്മേളനത്തിൽ, നിങ്ങളുടെ സ്ഥാപനത്തില് ഒന്ന് വരാനും പങ്കെടുക്കാനും എന്നെ നിഷേധിക്കരുത്, ഞാനൊന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞ് അവര് കത്ത് കൊടുത്തു വിട്ടപ്പോ 2ാമത് മുഷാവറ കൂടി അവര് തീരുമാനമെടുത്തു വിളിക്കാൻ. അങ്ങനെ ഇന്ദിരാഗാന്ധിയെ വിളിച്ചു. അവര് വന്നു. അവര് സ്റ്റേജിലിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ചത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ആരെന്നറിയോ? ഇന്ന് ജനമനസ്സുകൾ സ്ഥാനം പിടിച്ച ലോകത്ത് ഇത്രയേറെ ഹൃദയസ്പൃക്കായ ശൈലിയിൽ ഒരു ഖുർആന്റെ ശൈലി ആദ്യമായി കേൾക്കുന്നത് ആ നാവിൻ തുമ്പിലൂടെയാണ്. ഈജിപ്തുകാരനായ അബ്ദുസ്സമദ് അബ്ദുൽ ബാസിത്ത് ഉണ്ടല്ലോ, അദ്ദേഹമാണ് ആ സദസ്സിൽ പരിശുദ്ധ ഖുർആൻ ഓതി ഉദ്ഘാടനം നിർവഹിച്ചത്. അങ്ങനെ ഇന്ദിരാഗാന്ധിയും പ്രഗത്ഭരായ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരിയ്ക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാസിത്ത് ഖുർആൻ ഓതുകയാണ്, ഖുർആൻ പാരായണം ചെയ്യുകയാ. ഇത് കേട്ടുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിനിറ്റുകൾ കഴിഞ്ഞ് അബ്ദുൽ ബാസിത്ത് ഖുർആൻ പാരായണം നിർത്തിയിട്ട് സദഖല്ലാഹുൽ അലീം എന്ന് പറഞ്ഞപ്പോ സദസ്സിലേക്ക് ചാടി എഴുന്നേറ്റിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, നിർത്തല്ലേ,
അത് നിർത്തല്ലേ, അത് അവസാനിപ്പിക്കല്ലേ, അത് അല്പോടെ ഞാൻ കേട്ടോട്ടെ, കുറച്ചുകൂടി ഓതണേ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ആവശ്യം ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി അരമണിക്കൂർ കൂടി അബ്ദുൽ ബാസിത്ത് ഖുർആൻ പാരായണം നടത്തിയെന്ന് ദാറുൽ ഉലൂമിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്റെ പ്രിയമുള്ളവരെ, എത്ര വഖത്തുകളാ വിശുദ്ധ ഖുർആൻ നമ്മൾ കേട്ടിട്ടുള്ളത്, എത്ര ആയത്തുകളാ, എത്ര ദിവസങ്ങളാ, എത്ര മാസങ്ങളാ, എത്ര വർഷങ്ങളാ ഇമാം ഓതുമ്പോ ഓ ഖുർആൻ ഓരോ ആയത്തുകളായി നമ്മുടെ ശരീരത്തിലേക്ക് ഹൃദയത്തിലേക്ക് വന്നലയടിക്കുമ്പോ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ കേട്ടിട്ട് ആ മാസ്മരികതയിൽ ഒരു ദിവസമൊന്നും നിൽക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെന്ത് ഖുർആനിന്റെ ആളുകൾ, നമ്മളെന്ത് ഖുർആനിന്റെ ആളുകൾ. കഅബാലയത്തിന്റെ മുറ്റത്ത് പ്രവാചകൻ ഖുർആൻ ഓതുകയാ. അബൂജഹൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു, ആരും അത് കേൾക്കാൻ പോകാൻ പാടില്ല, ആരും കേൾക്കരുത്, ആരും അത് കേൾക്കാൻ പോകരുത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ അതങ്ങ് ഓതുമ്പോ വല്ലാത്തൊരു മാസ്മരികതയാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. ഓ ശബ്ദത്തിന്റെ മുമ്പിൽ ലോകത്തൊരു ശബ്ദവും ഇന്നേ വരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദവും അവിടുത്തെ ശബ്ദ ഗാംഭീര്യതയും ഖുർആനിന്റെ ഓതലും ഒക്കെ കാണുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ മക്ക ഖുറൈശികൾ ശത്രുക്കൾ പോലും ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നു, ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നു. അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ ആരും മുഹമ്മദ് ഓതുന്നത് കേൾക്കാൻ പാടില്ല, അങ്ങോട്ട് പോകരുത്, അത് ശ്രദ്ധിക്കരുത്. പക്ഷെ ഒരു ദിവസം അബൂജഹലിന്റെ അടുത്തുകൂടി നടന്നു പോവാ, നോക്കുമ്പോ കഅബാലയത്തിന്റെ മുറ്റത്തുനിന്ന് ഒരു ശബ്ദം, വല്ലാത്തൊരു ശബ്ദം. അബൂജഹൽ ഒന്ന് കേട്ടു, പിന്നെയും ശ്രദ്ധിച്ചു, വല്ലാതെ ആകൃഷ്ടനായി, വല്ലാതെ ആകൃഷ്ടനായി. എന്റെ പ്രിയമുള്ളവരെ, അബൂജഹലിന്റെ കൂടെ തന്നെ അബൂലഹബും നടന്നു വരികയാണ്. അബൂലഹബും നേതാവാണ്. അബൂലഹബ് കൂടിയാ പറഞ്ഞത്, നിങ്ങൾ ഇത് കേൾക്കരുത്, മുഹമ്മദിന്റെ ഖുർആൻ നിങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞത് ഈ രണ്ട് നേതാക്കന്മാരാണ്. രണ്ടുപേരും പരസ്പരം അറിയാതെ രണ്ട് ഭാഗത്തു കൂടി സഞ്ചരിക്കുമ്പോ ഈ ഖുർആന്റെ ശബ്ദം ഇങ്ങനെ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കേട്ടപ്പോ രണ്ടുപേരും ഇങ്ങനെ വല്ലാതെ ആകൃഷ്ടരായി കേട്ടു നിന്നുപോയി. കാരണം അറബിയാണല്ലോ, അവർക്ക് അതിന്റെ അർത്ഥം അറിയാം. ഏത് സൂറത്താ റസൂലുള്ളാഹി ഓതിയതെന്നറിയോ? വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. ഈ സൂറത്ത് ഇങ്ങനെ റസൂലുള്ളാഹി ഓതുകയാണ്. ആ മാസ്മരികതയിൽ ആയിരക്കണക്കിന് സഹാബാക്കള് കേട്ടുകൊണ്ടിരുന്നു. അബൂലഹബും അബൂജഹലും അതേപോലെ അവര് പോലും അറിയാതെ എല്ലാം മറന്നുപോയിട്ട് തന്റെ അനുയായികളോട് കേൾക്കരുതെന്ന് പറഞ്ഞ് വിലക്കിയ ഖുർആൻ അത് മനസ്സിലേക്ക് ചെവിയിലേക്കൊന്നടിച്ചപ്പോ അറിയാതെ കേട്ടു നിന്ന് പോയി. ആയത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോ ഫസ്ജദൂ ലില്ലാഹി വഅബ്ദൂ, സുജൂദ് ചെയ്യേണ്ട സ്ഥലമാണ് അവിടെ. ആയത്തോദിയാ സുജൂദ് ചെയ്യണമെന്ന നിയമം. അങ്ങനെ റസൂലുള്ളാഹി ഓതിയോതി അവസാനത്തെ ആയത്തെത്തിയപ്പോ ഫസ്ജദൂ ലില്ലാഹി വഅബ്ദൂ, അല്ലാഹുവിന്റെ റസൂൽ ഓതിയിട്ടതാ സുജൂദിലേക്ക് വീഴുകയാ. തന്റെ അനുയായികളും സുജൂദിലേക്ക് വീഴുകയാ. ആ മാസ്മരികതയിൽ അറിയാതെ അബൂജഹലും അബൂലഹബും അതാ അറിയാതെ സുജൂദ് ചെയ്തു പോയി. അവരെഴുന്നേറ്റു. അബൂജഹൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സ്വബോധം വന്നപ്പോ ചാടിപ്പിടച്ചെഴുന്നേറ്റ് നോക്കിയത് ആരുടെ മുഖത്തേക്കാ? അബൂലഹബിന്റെ മുഖത്തേക്ക്. അബൂലഹബോ അതേപോലെ അബൂജഹലിനും രണ്ടുപേരും എളിഭ്യരായി. നേതാക്കന്മാര് പറഞ്ഞതാണ് മുഹമ്മദിന്റെ വാക്ക് കേൾക്കരുത്. പക്ഷെ ഖുർആൻ ഇങ്ങനെ ഒഴുകി വന്നപ്പോ അവര് യാത്ര രണ്ടുപേരും രണ്ട് സൈഡിൽ നടന്നു പോയത് രണ്ടുപേരും പരസ്പരം കണ്ടില്ല. അവിടെ എത്തിയപ്പോ ഇത് കേട്ടു, അറിയാതെ അതിൽ വീണുപോയി. കേട്ടു നിന്നു. എല്ലാരും വീണപ്പോ അറിയാതെ സുജൂദിലും വീണു.
സ്വബോധം വന്നപ്പോ തലപൊക്കി നോക്കിയപ്പോ എന്താ സംഭവം? രണ്ടുപേരും അപ്പോഴാ പരസ്പരം ഇളിഭ്യരായ ഒരു പുഞ്ചിരിയോടെ രണ്ടുപേരും മടങ്ങിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ലോകത്തിൽ നിന്ന് വല്ലാത്ത മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കമലാസുരയ്യ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു വന്നപ്പോ അല്ലേ, ഹൃദയത്തിനുണ്ടായ മാറ്റം. ഓരോ റമളാൻ മാസത്തിലും തസ്ബീഹുമാലയും കയ്യിൽ പിടിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഖുർആനും അതേപോലെ റൈഹാനും എടുത്തു വെച്ചിട്ട് ഖുർആന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഈ സമുദായത്തിന് സമ്മാനിച്ചു അല്ലേ. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെല്ലാം പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. അല്ലാതെ നിർബന്ധിത മതപരിവർത്തനം ഇസ്ലാമിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നിർബന്ധിത മതപരിവർത്തനം നടത്തരുത്, ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുത്. ഈ അടുത്ത് കണ്ടല്ലോ ലവ് ജിഹാദ്. ഈ സമുദായത്തിന്റെ മെക്കെട്ട് കയറാൻ ഏതോ ഹൈന്ദവ സമൂഹത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് ഈ അടുത്ത് കണ്ടുപിടിച്ചു. എന്തുമാവട്ടെ എന്റെ പ്രിയമുള്ളവർ, അതിലേക്ക് കടന്നുപോയാൽ അങ്ങ് പോകും. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. മക്ക മസ്ജിദിലും മാലേഗാവിലും ഒക്കെ സ്ഫോടനം നടന്നപ്പോ ഇവരെന്താ ചെയ്തെന്നറിയോ? ഈ സമുദായത്തിന്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി തൊപ്പിവെച്ച കുറെ മുസ്ലിം നാമധാരികളെ, അലിഫ് പോലും പഠിക്കാത്ത വെറും ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിം പേരുകൾ മാത്രമുള്ള ചില ആളുകളെ യുപിയിലേക്കൊക്കെ ചെന്നാൽ, ഇന്നും കേരളം വിട്ടാൽ പല സ്ഥലങ്ങളുടെയും അവസ്ഥ അതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടില് ദീനിയായ അറിവ്, ഖുർആനിക അറിവില്ലാത്തതിന്റെ പേരിലാണല്ലോ നമ്മുടെ മക്കൾ ഞാൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. മക്കൾ വഴിപിഴച്ചു പോകാൻ കാരണം ഖുർആൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഖുർആൻ ഇല്ലാതെ പോയത് കൊണ്ടാണ്. അതില്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചെറുപ്പക്കാർ ഇന്ന് കൂലി ബോംബ് സ്ഫോടനത്തിന് കൂലിക്കാരായി പോയി ചെയ്യുന്നു. അതിന്റെ ഓശാന പാടിക്കൊണ്ട് അവർ പറയുന്നത് എന്തും ചെയ്യാൻ സന്നദ്ധരായി മുസ്ലിം നാമധാരികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവരെ കൊണ്ട് ഈ സമുദായത്തിന്റെ മെക്കെട്ട് കയറാനും ഈ സമൂഹത്തെ വികൃതമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്ഫോടനങ്ങൾ, ഒരുപാട് കലാപങ്ങൾ നടന്നു. അതിന്റെയൊക്കെ സൂത്രധാരന്മാരാരായിരുന്നുവെന്ന് കാലം തന്നെ തെളിയിച്ചു അല്ലേ. വിശുദ്ധ ഇസ്ലാം പറയുന്നു, ആരെയും നിങ്ങൾ, ഖുർആൻ പറയുന്നു, നിങ്ങൾ ആരെയും ദ്രോഹിക്കരുത്, ആരെയും വിഷമിപ്പിക്കരുത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീആ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീആ. ഒരു മനുഷ്യനെ ആരെങ്കിലും വധിച്ചാൽ, അത് മുസൽമാനാവട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ജൈനമതക്കാരനാവട്ടെ, മനുഷ്യൻ ആരുടെ സൃഷ്ടിയാണോ, മനുഷ്യനെ പടച്ചത് ആരടോ, മനുഷ്യന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. അല്ല പറയുന്നു, മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഒരു മനുഷ്യനെ നീ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീആ, മുഴുവൻ ആളുകളെയും കൊന്ന കൊലയാളിയാണ് നീ. ആരുടെയെങ്കിലും ജീവിതത്തിന് സുരക്ഷിതത്വം കൊടുത്താൽ, ആർക്കെങ്കിലും ജീവിക്കാനുള്ള വകയൊരുത്തി കൊടുത്താൽ, ഫകഅന്നമാ അഹ്യന്നാസ ജമീആ, നിങ്ങൾ മുഴുവൻ ആളുകളുടെയും ജീവൻ സംരക്ഷിച്ചവനെ പോലെയാ. ഒരു കലാപത്തിനും കൂട്ടുനിൽക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നില്ല. ഒരു വികൃതമായ ജീവിതത്തിനും ഖുർആൻ പഠിപ്പിക്കുന്നില്ല. എല്ലാ സന്മനസ്സുകളെയും സന്മനസ്സുകളാക്കി മാറ്റിയത് ഖുർആനാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഖുർആൻ ഇല്ലാതെ പോയതാ നമ്മുടെ വീട്ടിലും നാട്ടിലും നടക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നീ ഖുർആനിലേക്ക് വാ. റസൂലുള്ള വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ഒരു സഹാബി വന്നിട്ട് ആയിഷയോട് ചോദിച്ചു, ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എനിക്ക് പകർത്തണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ കുറിച്ച് ആയിഷ ബീവി ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, ഖുലുഖുൽ ഖുർആൻ. തിരുനബിയുടെ ജീവിതം ഖുർആനായിരുന്നു.
ആ പ്രവാചകന്റെ ജീവിത ശൈലി ഖുർആനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, മകളെ കെട്ടിക്കണോ? വ്യക്തി ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇന്ന് ഓരോരുത്തരും ദീനിന് വിരുദ്ധമായി ചെയ്യുന്ന ചില ഘട്ടങ്ങളിൽ ഒന്നാണ് കുടുംബത്തിലെ വിവാഹം. വിവാഹം വരുമ്പോ നിന്റെ പൊന്നുമോളെ കെട്ടിക്കേണ്ടത് എങ്ങനാ? നിന്റെ മകനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കേണ്ടത് എങ്ങനെയാ? ചെറുപ്പക്കാരാ, നീ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടത് എങ്ങനെയാ? ഇതെല്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അടുക്കളയിൽ പണിയെടുക്കുന്ന ഭാര്യയ്ക്ക് നീ സഹായിക്കേണ്ടത് എങ്ങനെയെന്ന് തുടങ്ങി അധികാരത്തിന്റെ ചെങ്കോല് പിടിക്കേണ്ടത് എങ്ങനെയെന്ന് വരെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിച്ചത് ഗാന്ധിജി. ഖുർആനാണ് സർവ്വതിന്റെയും സ്രോതസ്. ഖുർആനാണ് ഷാഫിഉൻ മുശഫഉൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർആൻ ശുപാർശകനാണ്, ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനുമാണ്. ഫമൻ ജഅലഹു അമാമഹു വമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്നാ. ആരെങ്കിലും ആ ഖുർആൻ മുമ്പിൽ വെച്ചാ, ഓ ഖുർആൻ ഓതിയതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഖാദഹു ഇലൽ ജന്നാ, ആ ഖുർആൻ അവരെ സ്വർഗ്ഗത്തിലെത്തിക്കും. വമൻ ജഅലഹു വറാഅഹു സാഖഹു ഇലന്നാർ. പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ആ ഖുർആൻ അടച്ചുമൂടിയിട്ട് വീടിന്റെ അലമാരയിലെ ബറക്കത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഗതികെട്ടൊരവസ്ഥയുണ്ടല്ലോ. വാപ്പ മരിക്കുമ്പോ ഓതാ, മക്കള് മരിക്കുമ്പോ ഓതാ, ബറക്കത്ത് കെടുമ്പോൾ ഓതാ. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം എടുത്തു വെച്ച് തുറന്നു നോക്കുക. അതല്ലാത്തപ്പോൾ പൊടി പിടിച്ച അലമാരയുടെ മുകളിൽ ഇരിക്കുന്ന ഓ ഖുർആൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ പുറകിലാക്കി വെച്ചാൽ, അത് പരിഗണിക്കാതെ പോയാൽ സാഖഹു ഇലന്നാർ, ആ ഖുർആൻ നിന്നെ കൊണ്ടുപോയി നരകത്തിൽ തള്ളിയിടുമെന്ന് ലോകത്തിന്റെ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുൻ ആലിമൻ, നീ ഖുർആൻ പഠിച്ചവനാവണം. ഔ മുതഅല്ലിമാ, അല്ലെങ്കിൽ നീ പഠിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിലോ ഔ മുസ്തമിആ, എവിടെ ഖുർആൻ ഉണ്ടോ, എവിടെ കേൾക്കുന്നോ അത് നീ ശ്രദ്ധിച്ച് കേൾക്കുന്നവനാവണം. വാഹനത്തിൽ നമ്മൾ പോകുമ്പോ എത്രയെത്ര മോശമായ പാട്ടുകളാ കേൾക്കുന്നത്. സർവ്വ സീരിയലിന്റെയും സർവ്വ സിനിമകളുടെയും പാട്ടുകൾ കേട്ട് നമ്മൾ ആസ്വദിക്കുമ്പോ, ഇന്ന് മാപ്പിളപ്പാട്ടെന്ന പേരിൽ ഞാൻ മിനിങ്ങാന്ന് പറഞ്ഞതുപോലെ ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ വേണ്ടി വളം വെച്ചു കൊടുത്ത ലോകത്തിന് ഒരുപാട്, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ വളരെ മ്ലേച്ഛമായ പാട്ടുകൾ സമ്മാനിച്ച ഒരാൾ കടന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മോശമായ പാട്ടുകൾ ഈ സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇറക്കിക്കൊടുത്തു ഷാഫി. ആ പാട്ടുകൾ ഇങ്ങനെ വ്യത്യസ്ത രീതികൾ നമ്മൾ ആനന്ദിക്കുമ്പോ, കേട്ട് ആനന്ദിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കഅബ ഷരീഫിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസിന്റെ ഓതൽ കേൾക്കുമ്പോ, അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസിന്റെ ഓതൽ കേൾക്കുമ്പോ, സഊദ് ശുറൈമിന്റെ ഓതൽ കേൾക്കുമ്പോ, അബ്ദുല്ലാഹ് അവ്വാദുൽ ജുഹ്നിയുടെ ഓതൽ കേൾക്കുമ്പോ, മാഹിറുൽ മുഈഖിലിയുടെ ഓതൽ കേൾക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നടുങ്ങാത്ത ഹൃദയങ്ങളുണ്ടോ? അത് എന്തോരം ആസ്മരികതയാ. കുഞ്ഞുമക്കളെ ഖുർആൻ ഓതുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ ഇരിക്കുന്നത് എവിടെയാ? ഖുർആനിന്റെ തണലിലാ. ഈ പ്രകാശിക്കുന്ന പോലെ, ഈ സദസ്സ് പ്രകാശിക്കുന്ന പോലെ, ഈ പള്ളിയുടെ പരിസരം, ഈ സ്ഥാപനത്തിന്റെ പരിസരം ഇന്ന് കളർ ബൾബുകളും ട്യൂബുകളും കൊണ്ട് പ്രകാശിക്കുന്നത് പോലെ ഹൃദയം പ്രകാശിക്കുകയാണ് ഈ ഖുർആൻ കൊണ്ട് നടക്കുന്ന കുരുന്നുമക്കളുടെ. അല്ലാഹു പറയുന്നത് കണ്ടോ, ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കൾക്ക് ആഖിറത്തിൽ ഒരു കിരീടം അണിയിക്കുന്നതാ. ഒരു കിരീടം വെച്ചു കൊടുക്കും ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കൾക്ക്.
ആ കിരീടത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്നു. ഈ സൂര്യനുണ്ടല്ലോ, ലോകത്ത് മുഴുവനും പ്രഭ പരത്തുന്ന ഏക സൂര്യൻ. അതിനെ പിടിച്ച് അതിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ റൂമിനകത്ത് വെച്ചാൽ അത് എത്ര പ്രകാശിക്കുമോ അതേപോലെ പ്രകാശിക്കും ആ കിരീടം. 2 കിരീടം ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കൾക്ക് വെച്ചു കൊടുക്കുമെന്ന് പറയുമ്പോ അല്ലാഹു ആ ഭാഗ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് തരട്ടെ. പഠിച്ചാ മാത്രം പോരാ, അതനുസരിച്ച് ജീവിക്കുക കൂടി വേണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര കുഞ്ഞുമക്കളാ ഖുർആന്റെ പേരിൽ ലോകത്ത് അറിയപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് കടുവാപ്പള്ളിയിൽ മുജീബ് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി, ഖുർആൻ പഠിച്ചൊരു വിദ്യാർത്ഥി 14 മണിക്കൂർ കൊണ്ട് ഖുർആൻ പരിപൂർണമായും ഓതി തീർത്തു, റെക്കോർഡിട്ടു. ഒരുപാട് ആളുകൾ ആ കുട്ടിയെ കാണാനും സന്ദർശിക്കാനും ഒരുപാട് പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്തു. കണ്ടിന്യൂ ആയി 14 മണിക്കൂർ കൊണ്ട് ഖുർആൻ മിനൽ അവൽ ഇലൽ ആഖിർ, തുടക്കം മുതൽ ഒടുക്കം വരെയും ഓതി തീർത്തു. കാണാതെ കണ്ടല്ല, അങ്ങനെ ചിന്തിക്കണ്ട. കാണാതെ ഒരു വിദ്യാർത്ഥി, ഒരു കുഞ്ഞു ചെറുക്കൻ, ഒരു കുഞ്ഞു കുട്ടി ഇരുന്ന് ഓതുക എന്ന് പറഞ്ഞാൽ മനസ്സിന് എത്രയോ മതങ്ങളുണ്ട്, അവർക്കെല്ലാം വേദഗ്രന്ഥങ്ങളുണ്ട്. ബൈബിള് പോലെ, ഭഗവത്ഗീത പോലെ, രാമായണം പോലെ, ഇഞ്ചീല് പോലെ, സബൂർ പോലെ എത്രയോ ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. കുഞ്ഞു മക്കള് പോലും മനപ്പാടമാക്കാൻ, ഹൃദയസ്ഥമാക്കാൻ ഇതേപോലൊരു ഗ്രന്ഥം ലോകത്തുണ്ടോ? ബൈബിള് കാണാതെ പഠിച്ച ഒരാളെങ്കിലും ഉണ്ടോ ലോകത്ത്? വെല്ലുവിളിക്കുകയാണ് ഞാൻ. ഭഗവത്ഗീത മനപ്പാടമാക്കിയ ഒരാളെ കുറിച്ച് പോലും കേട്ട് കേൾവിയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ലോകത്തുള്ള എല്ലാ ഖുർആനുകളും കൊണ്ടുവന്ന് ഈ തഹ്ഫീദുൽ ഖുർആൻ കോളേജിന്റെ മുറ്റത്തിട്ട് കൂട്ടിയിട്ട് തെച്ച് ചാമ്പലാക്കിയാലോ, ചാമ്പല് പോലും വാരിക്കൊണ്ടുപോയി അറബിക്കടലിലേക്ക് തള്ളിയാലോ ശരി, അല്ലാതെ ഖുർആൻ തീരൂല, ഖുർആൻ മായൂല. കാരണം എന്താ? അല്ല പറയുകയാ, ഇന്നാ നഹ്നു നസ്സൽനാ الذിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആൻ ഇറക്കിയത് ഞാനാ, ഈ ഖുർആൻ ഇറക്കിയത് ഞാനാണടോ, അതിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണടോ. ഇത് പഠിക്കുന്ന കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്നവനാരാ? എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും ആളുകളുണ്ട് ഈ സദസ്സിൽ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ സൂറത്തുണ്ടല്ലോ, വല്ലുഹാ മുതൽ താഴോട്ട് സൂറത്തുന്നാസ് വരെ 20 സൂറത്തെങ്കിലും, 22 സൂറത്താ ഉള്ളത്. 2 വലിയ സൂറത്തുകൾ മാറ്റിവെച്ച 20 സൂറത്തെങ്കിലും കാണാതെ പഠിക്കാ ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉമ്മമാർ, ഉപ്പമാർ ഈ സദസ്സിലുണ്ടോ? എത്ര വലിയ ഭാഗ്യമെന്നറിയോ? എന്റെ ഉപ്പമാരുമ്മമാരോട് ഞാൻ പറയുകയാ, നാളെ സുബഹി മുതൽ തുടങ്ങിക്കോ, ഓരോ ആയത്ത് വെച്ച് പഠിച്ചോ, അത് മനസ്സിൽ സൂക്ഷിച്ചോ. ഖുർആനുള്ള ഹൃദയങ്ങളെ ആദരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ. പ്രവാചകൻ പറഞ്ഞു, സഹാബ, അല്ലാഹു പ്രവാചകനോട് പറഞ്ഞു, നബിയേ മുർ ഉമ്മതക അയ്യുക്രിമു സലാസ. നബിയേ, താങ്കളുടെ ഉമ്മത്തുകളോട്, അനുയായികളോട്, സമൂഹത്തോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം 3 കൂട്ടം ആളുകളെ ആദരിക്കാൻ. 1 അൽ വാലിദ, വാപ്പയെ ബഹുമാനിക്കാൻ, ഉപ്പയെ ആദരിക്കാൻ പറയണം നബിയേ, അതില്ലെങ്കിൽ വല്ലാത്ത അപകടമാണ്. രണ്ടാമത്തേതോ വഹാമിലുൽ ഖുർആൻ, വഹാമിലുൽ ഖുർആൻ, ഖുർആൻ പഠിച്ച മക്കളെ നിങ്ങൾ ആദരിക്കണേ, നിങ്ങൾ ബഹുമാനിക്കണേ. ഈ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന എത്ര വലിയ ഭാഗ്യമാ, എത്ര വലിയ ഭാഗ്യമാണ് എന്റെ പ്രിയമുള്ളവരെ. ഓ, ഖുർആനെ ആദരിക്കുന്നതിന്റെ ഭാഗമാ, ഓ, ഖുർആനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായല്ലേ നാനാ ഭാഗത്തു നിന്ന് ഖുർആൻ പഠിക്കാമെന്ന മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്ത് അവർ വളർന്ന് വലുതായി ഖുർആൻ ഹൃദയസ്ഥമാക്കി നാളെ ഇവിടെ 2 വിദ്യാർത്ഥികൾ സനത് വാങ്ങാൻ പോകുകയാ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട കുരുന്ന മക്കളോട്, ഹിഫ്ള് പഠിച്ച മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭക്ഷണം തന്ന് വെള്ളം തന്നെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നു നിങ്ങളെ മക്കളെ പോലെ സ്നേഹിച്ച ഈ നാട്ടുകാരെ നിങ്ങൾ മറക്കല്ലേ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ, നിങ്ങളെ സ്നേഹിച്ചവര്, ഭക്ഷണം തന്നവർ. എന്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുമ്പോ ഒരുപാട് ആളുകളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, അവരെയൊന്നും മറന്നിട്ടില്ല. ഞാനൊരു സദസ്സിലോ എന്റെ പ്രിയപ്പെട്ട മക്കളോടും അത് തന്നെയാ എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിന്റെ ഏത് മേഖലകളിലെത്തിയാലോ, ഏതെല്ലാം വളർന്നു പന്തലിച്ചു വലിയ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുത്താലോ, എന്റെ പ്രിയപ്പെട്ട ഖുർആന്റെ മക്കളെ, നിങ്ങളെ വളർത്തിയെടുത്ത ഈ നാട്ടുകാരെ നിങ്ങൾ മറക്കല്ലേ. ദുആയിൽ പങ്കെടുപ്പിക്കണേ, അവർക്ക് കൂടെ ദുആ ചെയ്യണമെന്നാ എനിക്ക് പറയാനുള്ളത്. ഈ നാട്ടുകാരായ മേളാവൂരുകാരായ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ മക്കൾ. അല്ലാഹു തആല നിങ്ങൾക്ക് ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിലും വലിയൊരു സന്തോഷമുണ്ടോ? നിങ്ങളുടെ കീഴിൽ നിങ്ങൾ ഭക്ഷണം കൊടുത്തു, നിങ്ങൾ വെള്ളം കൊടുത്തു വളർത്തിയെടുത്ത രണ്ട് മക്കൾ ഖുർആൻ പഠിച്ച് നാളെ ഇവിടുന്ന് സനദ് വാങ്ങുമ്പോ കണ്ണ് നിറയാൻ അതുപോലെ, കണ്ണ് നിറയാൻ അതുപോലെ. തനിക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ മൂന്നാമതൊരു കുട്ടിയായി ഇവിടെ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ സ്വീകരിച്ച ഈ നാട്ടുകാർ, മൂന്നാമത്തെ മോനായി സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് വേണ്ടതുപോലെ സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ ഈ നാട്ടുകാർ, നിങ്ങൾക്ക് അല്ലാഹു വലിയ ഗുണമാ തന്നത്, വലിയൊരു അവസരമാ തന്നത്. എത്ര വലിയ ഭാഗ്യമെന്നറിയോ? ഖുർആൻ എന്താ? അള്ളാഹുവിന്റെ കലാമാണ്, പടച്ചോന്റെ സംസാരമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഘട്ടം ഘട്ടമായി ഇറക്കി കൊടുത്ത ഖുർആൻ. ഇനി നമുക്ക് ഖുർആനിലേക്ക് ഒന്ന് കടന്നു വരാം. എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? ഖുർആന്റെ മഹത്വവും ഖുർആൻ കൊണ്ടുള്ള ഗുണവും ഖുർആനെ ആദരിക്കുന്നതിന്റെ മഹത്വമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് ഖുർആൻ? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ഇറക്കി കൊടുത്തു പടച്ച തമ്പുരാൻ. വ്യത്യാസമുണ്ട്. മൂസാ നബിക്ക് തൗറാത്ത് കൊടുത്തു, ദാവൂദ് നബിക്ക് സബൂർ കൊടുത്തു, ഈസാ നബിക്ക് ഇഞ്ചീൽ കൊടുത്തു. ഈ മൂന്ന് ഗ്രന്ഥങ്ങളും അല്ലാഹു ഇറക്കി കൊടുത്തു. ഖുർആന് മുമ്പുള്ള ഗ്രന്ഥങ്ങൾ എങ്ങനെയാ കൊടുത്തത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഭാര്യയുമായി മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു തആല മൂസാ നബിയെ വിളിച്ചു. എങ്ങനെയാ വിളിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയറിയില്ലേ? ഈജിപ്തിൽ നിന്ന് ഒരാളെ അടിച്ചു, അടികൊണ്ട് അയാൾ വീണ് മരിച്ചു. നാട്ടുകാർ പിടിക്കപ്പെടുമെന്നൊരു അവസ്ഥ വന്നപ്പോ അള്ളാഹു പറഞ്ഞു മൂസാ നബിയോട് നാട് വിടാൻ. മൂസാ നബി നാട് വിട്ടു പോയത് എങ്ങോട്ടാണ്? മദായിൻ എന്ന് പറയുന്ന നാട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ ഖുർആൻ ചരിത്രം വിശാലമാ, പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അവിടെ ചെന്നപ്പോ ഒരു കിണർ, ചെറിയ കിണർ, ഒരു വലിയ പാറക്കല്ല് കൊണ്ട് മൂടി വെച്ചിരിക്കുകയാ. കുറച്ചു ഭാഗം മാത്രം തുറന്നു വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്നു, കുടിക്കുന്നു. നോക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുകയാ. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ മാറി നിൽക്കുന്നത്? അവര് പറഞ്ഞു, അബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളുടെ വാപ്പ വൃദ്ധനാ, അതുകൊണ്ട് വാപ്പാക്ക് വന്ന് ആടിനെ മേയ്ക്കാനും വെള്ളം കോരാനും കഴിയില്ല, ഞങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ആങ്ങളമാരില്ല, അതുകൊണ്ട് ഈ ആണുങ്ങളെല്ലാം കോരിക്കൊണ്ട് പോയതിനു ശേഷം വേണം എനിക്ക് കോരിയെടുക്കാൻ, അതുകൊണ്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. മൂസാ നബി എന്ത് ചെയ്തു? ഭയങ്കര ആരോഗ്യവാനായിരുന്നു മൂസാ നബി. അതുകൊണ്ടാണ് ഒരടി അടിച്ചപ്പോൾ അടികൊണ്ട് മരിച്ചു വീണത്. പെട്ടെന്ന് എന്നിട്ട് ആ കിണറിന്റെ മുകളിൽ ഇരുന്ന വലിയ പാറക്കല്ല് 10 പേര് പിടിച്ചാൽ പൊങ്ങാത്ത പാറ ഒറ്റ കൈകൊണ്ടെടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വെള്ളം കുടിപ്പിച്ചോളാൻ പറഞ്ഞു. മൂസാ നബിയുടെ ഈ ഇതൊക്കെ കണ്ട് അത്ഭുതം പൂണ്ട ആ രണ്ട് പെൺകുട്ടികൾ വെള്ളം കുടിച്ച് വെള്ളം കോരി നേരെ വീട്ടിലേക്ക് പോയി. എല്ലാ ദിവസവും താമസിച്ചു വരുന്ന പെൺമക്കൾ നേരത്തെ വന്നപ്പോ വാപ്പ ചോദിച്ചു, എന്താ നേരത്തെ വന്നത്? വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. ആരായിരുന്നു ഈ വാപ്പയും മക്കളും? ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളുമായിരുന്നു. ശുഐബ് നബി പറഞ്ഞു, അയാളെ കൊണ്ട് വിളിച്ചു കൊണ്ടുവാ. വീട്ടിൽ കൊണ്ടുവന്നപ്പോ ശുഐബ് നബി ചോദിച്ചു, നീ അഭയാർത്ഥിയായി വന്നവനാണ്, ഞാൻ നിനക്ക് അഭയം തരാം, ഞാൻ നിനക്ക് അഭയം തരാം. ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബനതയ ഹാതൈനി അലാ അൻ തഅജുറനി തമാനിയ ഹിജജിൻ, എന്റെ ഈ രണ്ട് മക്കളിൽ ഒരാളെ നിനക്ക് കെട്ടിച്ചു തരാ. എന്താണ് മഹർ എന്നറിയോ? 8 വർഷം നീ എനിക്ക് കൂലിപ്പണി ചെയ്യണം. സമ്മതിച്ചു. മൂസാ നബി 8 വർഷം അതാ
ഭാര്യാപിതാവിന്റെ അടുത്ത് കൂലിപ്പണി ചെയ്തു, മഹറായി സമ്മതിച്ച പണി ചെയ്തു. 8 വർഷം പൂർത്തിയായപ്പോ തന്റെ ഭാര്യയും പിടിച്ചുകൊണ്ട് മൂസാ നബി ഈജിപ്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നടന്നു പോകുന്ന ഒരു മൈതാനത്ത് കൂടി വൈകുന്നേരമായി, സന്ധ്യയായി, ഇരുട്ടി. ഇനി സഞ്ചരിക്കാനുള്ള വെട്ടമില്ലാതെ വന്നപ്പോ മൂസാ നബി ഭാര്യയോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുമോ? ഞാനൊന്ന് നോക്കട്ടെ, എവിടെമെങ്കിലും വെളിച്ചം കിട്ടുമോ? മരുഭൂമിയാ. നോക്കുമ്പോഴതാ ഒരു കുന്നിന്റെ മുകളിൽ ഒരു ചെറിയ വെളിച്ചം കാണുന്നു. മൂസാ നബി പറഞ്ഞു, പെണ്ണേ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തുകൊണ്ടുവരാം, വെളിച്ചം കൊണ്ടുവരാം. അങ്ങനെ ഭാര്യയെ നിർത്തിയിട്ട് മൂസാ നബി പോവുകയാ. വെട്ടം കണ്ട ഭാഗത്തേക്ക് ചെന്നപ്പോ അതൊരു വെട്ടമല്ലായിരുന്നു, ഒലീവ് മരം മിന്നി തിളങ്ങിയതാ. അവിടെ എത്തിയപ്പോഴോ ഒരു ശരീരി കേൾക്കുകയാ വാനലോകത്ത് നിന്ന്, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ. ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനീ വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറയുന്നു. അങ്ങനെ മൂസാ നബി മുകളിലെത്തിയപ്പോ അല്ലാഹ് ചോദിക്കുന്നു, മൂസാ വനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ. ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു മൂസാ, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു മൂസാ. ഇന്നനീ അനല്ലാഹ്, അല്ലാഹുവാണ് മൂസ. ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ഒരു അല്ലാഹു നിനക്കില്ല മൂസ. اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറയുന്നു. അങ്ങനെ മൂസാ നബി മുകളിലെത്തിയപ്പോ അല്ലാഹ് ചോദിക്കുന്നു, മൂസാ വനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ. ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു മൂസാ, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു മൂസാ. ഇന്നനീ അനല്ലാഹ്, അല്ലാഹുവാണ് മൂസ. ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ഒരു അല്ലാഹു നിനക്കില്ല മൂസ. അതുകൊണ്ട് ഫഅബ്ദുനീ, എന്നെ ആരാധിക്കണം, എനിക്ക് ഇബാദത്ത് ചെയ്യണം മൂസ. എന്നിട്ട് ചില സംഭാഷണങ്ങൾ മൂസാ നബിയുമായി നടന്ന സംഭാഷണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ അല്ലാഹു ഈ വെട്ടം കാണിച്ച് മൂസാ നബി അങ്ങോട്ട് വിളിപ്പിച്ചത്? തൗറാത്ത് കൊടുക്കാൻ. ഒരു ഗ്രന്ഥ രൂപത്തിൽ, ഒരു പുസ്തക രൂപത്തിൽ മൂസാ നബിക്ക് ജിബ്രീൽ ഇറക്കി കൊടുത്തു ഈ ഗ്രന്ഥം. സബൂറും ഇറക്കി കൊടുത്തത് അങ്ങനെയാ, ഇഞ്ചീലും ഇറക്കി കൊടുത്തത് അങ്ങനെയാ, ഒരു വേദ ഗ്രന്ഥം, ഗ്രന്ഥ രൂപത്തിൽ. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല.